ജി സുധാകരനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. സുധാകരനായി ബി.ജെ.പി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും കൃഷ്ണദാസ് ന്യൂസ് 8 പറഞ്ഞു. ബി.ജെ.പിക്ക് ആദരവുള്ള അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് സുധാകരനെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരും അനുയായികളും അനുഭാവികളൊക്കെ തന്നെ ബി.ജെ.പിയിലേക്കും എൻ.ഡി.എയിലേക്കും ഒഴുകിയെത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പറ്റും. ഇത് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞതാണ് വിസ്മയം സംഭവിക്കാൻ പോകും. വിസ്മയം ആരംഭിച്ചത് വി.ഡി. സതീശൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂരിൽ നിന്നാണ്. ആ പറവൂരിൽ നിന്ന് ആരംഭിച്ച വിസ്മയം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിസ്മയം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയം ഉണ്ടാകും. അത് കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു വിസ്മയത്തിനും കൂടി BJP കാത്തിരിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാ സാധ്യതകളെയും ഞങ്ങൾ പരിശോധിക്കും. ഇത്തവണ ഞങ്ങൾ വിജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടാണ് മത്സരരംഗത്താകുന്നത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ടാണ്. ജി സുധാകരൻ ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തെയും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെയും അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അല്ല, ജി സുധാകരൻ അങ്ങനെ മോദിയുടെയും അതുപോലെ തന്നെ BJP-യുടെയും പ്രത്യയശാസ്ത്രത്തെ താല്പര്യത്തോടെ കാണുന്ന ഒരാളായിരിക്കാൻ ഇടയില്ല. അല്ല, അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ജി സുധാകരനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്തൊരു നേതാവാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തക നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ മോദിജി BJP-യുടെ പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടോ അല്ലെ അത് അനുകൂലിക്കുന്നുണ്ടോ, മോദിജിയുടെ നേതൃത്വത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ, അദ്ദേഹമാണ് അത് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അദ്ദേഹം BJP-യിലേക്ക് വരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കും. പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. യാതൊരു സംശയമില്ല. CPM-മായി ഇനി ജി സുധാകരൻ അടുക്കുമോ എന്ന കാര്യം സംശയമാണ്. അത് BJP വിലയിരുത്തുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ഓരോ ചലനത്തെ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതായാലും സുധാകരനായി BJP-യും വല വീശുന്നു എന്നുള്ളത് ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.